രണ്ട് വിങ്ങി നിൽക്കുന്ന മലകൾക്ക് നടുവിലാണ് ഈ ഷിരൂരിലെ ദേശീയപാത ഇപ്പോൾ കാണുന്നത്. ഈ ദേശീയപാതയിലേക്കാണ് ഒരു പടുകൂട്ടൻ മല മണ്ണായിട്ട് ഇടിച്ച് അവിടേക്ക് ഇറങ്ങിയത്. അതിനെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ 24 ലഭിച്ചത്. ഗംഗാവാലിക്ക് മറുകരയിലെ നാട്ടുകാർ പകർത്തിയ ദൃശ്യമായിരുന്നു ഇത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യമാണ്. അവർ ഓടുന്നതും ഭയന്ന് നിലവിളിക്കുന്നതും വാഹനങ്ങൾ പുഴയിലേക്ക് പതിച്ചതുമൊക്കെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കണം, അതുപോലെ എന്താണ് ഇപ്പോൾ ഷിരൂരിൽ സംഭവിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിക്കാൻ നമുക്കൊപ്പം എസ് വിജയകുമാർ കൂടി ചേരുന്നു. വിജയകുമാർ, ഗുഡ് മോർണിംഗ്, ഓവർ ടു യു. എസ് കെ, ഗുഡ് മോർണിംഗ്. നമ്മളുടെ ഈ 9ാം ദിവസം ഈ തെരച്ചിൽ നടത്തുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ നിർണായക സൂചനകൾ നമുക്ക് ലഭിക്കുമെന്ന് കരുതുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത് എസ് കെ. കാരണം കഴിഞ്ഞ ദിവസം, അതായത് ആദ്യം ഈ ഭാഗത്ത് നടത്തിയ തെരച്ചിലിൽ കരസേനയ്ക്ക്, ആർമിക്ക് ചില സൂചനകൾ റഡാറിൽ നിന്ന് ലഭിച്ചിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നലെ 5 മണിയോടെ കനത്ത മഴയുടെ സമയത്ത് നാവികസേന നടത്തിയ സോണാർ സിഗ്നൽ തെരച്ചിലിൽ വളരെ പ്രധാനപ്പെട്ട ചില സിഗ്നൽ ലഭിച്ചത്. നമുക്കറിയാം, സോണാർ സിഗ്നൽ എന്നത് ഈ വെള്ളത്തിനടിയിൽ ആഴത്തിൽ കിടക്കുന്ന വസ്തുവിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന പ്രത്യേക സാങ്കേതിക വിദ്യയാണ്, ശബ്ദശാസ്ത്ര സംവിധാനമാണത്. അത് മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ സോണാർ സിഗ്നലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ കരസേനയ്ക്ക് നേരത്തെ കഴിഞ്ഞ ദിവസം കിട്ടിയ അതേ പൊസിഷനിൽ നിന്നാണ് സോണാർ സിഗ്നൽ നാവികസേനയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ മേഖലയിലെ തെരച്ചിലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ഈ ദിവസങ്ങളിലെ തെരച്ചിലിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്ന ആത്മവിശ്വാസം സേനാ വിഭാഗങ്ങൾക്കുള്ള ഒരു ദിവസം കൂടിയാണ്. കാരണം രണ്ട് സംവിധാനങ്ങൾക്ക്, ഇപ്പോൾ റഡാറിനും സോണാർ സിഗ്നലിലും ഒരേ സ്ഥലത്ത് നിന്ന് സിഗ്നൽ ലഭിച്ചു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇന്നലെ വൈകിട്ട് വലിയ മഴ, പേമാരി എന്ന് പറയാവുന്ന തരത്തിൽ അവിടെ മഴ പെയ്യുകയായിരുന്നു. ആ സമയത്താണ് നാവികസേനാ അംഗങ്ങൾ അവിടെ പരിശോധന നടത്തുകയും ആ സിഗ്നൽ അവർക്ക് ലഭിക്കുകയും ചെയ്തത്. അവരതൊന്നുകൂടി ഉറപ്പിച്ച ശേഷമാണ് അവിടെ തെരച്ചിലിന് ഒരുങ്ങിയത്. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും ഗംഗാവാലിയിലേക്ക് മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നു, അടിയൊഴുക്ക് ശക്തമാകുന്നു. നാവികസേനാംഗങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആ തുരുത്തിലേക്കൊക്കെ വെള്ളം വരുന്ന സാഹചര്യമുണ്ടായി. അതോടെയാണ് ഇന്നലെ ഒരു 6-6:30 ആയപ്പോഴേക്കും അവർ തെരച്ചിൽ അവസാനിപ്പിച്ച് കരയിലേക്ക് വന്നത്. നമുക്ക് ആ സ്ഥലം ഒന്ന് ലൊക്കേറ്റ് ചെയ്യാം. എസ്കേൻ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ആ തുരുത്ത്. അതുതന്നെയാണ് ഇന്നത്തെ തെരച്ചിലിൽ നിർണായകമാകുന്നത്. ഇവിടെയാണ് ഇന്നലെ വൈകിട്ട് സോണാർ സിഗ്നൽ ലഭിച്ച ഒരു എക്സാക്ട് ലൊക്കേഷൻ. ഇവിടെ ഈ സ്ഥലത്ത് തന്നെയാണ് കരസേനയ്ക്ക് ആദ്യം ഒരു വലിയ സിഗ്നൽ ലഭിച്ചത്. അതായത് ഒരു വിസ്താരമുള്ള ഒരു വസ്തു ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സേനാ വിഭാഗങ്ങൾ രണ്ടും, ഇപ്പം കരസേനയും നാവികസേനയും ഉറപ്പിച്ച് പറയുന്നത്. ഏതാണ്ട് ഒരു ലോറിക്കൊക്കെ സമാനമായ പ്രൊഫൈലുള്ള വളരെ ദീർഘമായ ഒരു വസ്തു ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അത് ലോഹവസ്തു കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഈ സിഗ്നൽ നൽകുന്ന ഒരു സന്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന നടക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഇതിന് സമാനമായ ഒരു ഫേക്ക് സിഗ്നൽ ഈ കരയുടെ ഈ ഭാഗത്തു നിന്ന് കിട്ടിയതാണ്. അതും ഈ ലോറിക്ക് സമാനമായ ഒരു പ്രൊഫൈലുള്ള ഒരു വസ്തു ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നായിരുന്നു അന്ന് കണ്ടെത്തിയത്. ഏതാണ്ട് 1.5 ദിവസത്തോളം അവിടെ പരിശോധന നടത്തിയപ്പോൾ അത് ഈ ലോഹ സാന്നിധ്യമുള്ള കല്ലുകളുടെ കൂമ്പാരമായിരുന്നു എന്ന് അവർക്ക് വിധി എഴുതേണ്ടി വന്നു. അവിടെ തെരച്ചിൽ പിന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഭാഗത്തെ മണ്ണിനും പാറയ്ക്കും കുറച്ച് ഈ മിനറൽസ് കണ്ടന്റ് കൂടുതലുള്ളതാണ്. അതുകൊണ്ട് അത് പലപ്പോഴും ഇരുമ്പിൻ്റെയൊക്കെ അംശമുള്ളതുകൊണ്ട് അത് ഫേക്കായ സിഗ്നൽ ഈ ഭാഗത്ത് റഡാറുകൾക്ക് കിട്ടുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഇത് രണ്ട് ഏജൻസികൾ, ഇപ്പോൾ കരസേനയ്ക്കും നാവികസേനയ്ക്കും ഒരേപോലെ ഒരു സ്ഥലത്തുനിന്ന് അത്തരം സിഗ്നലുകൾ ലഭിച്ചു എന്നതാണ് ഇപ്പോഴത്തെ തെരച്ചിലിൽ നിർണായകമാകുന്നത്. ഇവിടേക്കാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ സോണാർ സിഗ്നൽ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഭാഗത്ത് മണ്ണിനടിയിൽ ഒരു ലോഹവസ്തു ഉണ്ട്, അത് ഈ മൂവ് ചെയ്യുന്നില്ല, ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുകയാണ് എന്നാണ് സോണാർ സിഗ്നൽ പറയുന്നത്. മൂവ് ചെയ്യുകയാണെങ്കിൽ അതും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് എസ്കേൻ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ഭാഗത്തൊക്കെ പുഴയുടെ ആഴം എന്നത് ഏതാണ്ട് ഒരു 25-30 മീറ്റർ ആഴമുള്ള ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയും ആഴമുള്ള ഈ ഭാഗത്ത്
അതിന് സമാനമായി ഒരു വലിയ മൺകൂമ്പാരം ഉയർന്നു നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഈ ഭാഗത്ത് ഏതാണ്ട് ഒരു 30-35 അടി മണ്ണും ചെളിയും ഈ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. അതിനൊരു 5 അടി ഭാഗത്ത് മുകളിലേക്ക് അത് ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഏതാണ്ട് ഡ്രഡ്ജ് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇന്നലെ കഴവാർ MLA പറഞ്ഞത് അത് ഡ്രഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഡ്രഡ്ജർ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. മംഗലാപുരത്തും ഗോവയിലും 2 തുറമുഖങ്ങളിലും പോയി ഈ ഡ്രഡ്ജറിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഡ്രഡ്ജറിന് കടന്നു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഡ്രഡ്ജറിന് സമാനമായ എന്നാൽ അത്രത്തോളം വലുതല്ലാത്ത യന്ത്രക്കൈകളുള്ള ഒരു മെഷീൻ ഇന്ന് അവിടെ എത്തിക്കും. അത് അവിടെ എത്തിയിട്ടുണ്ട്. അത് ഇന്ന് അവിടെ ഇറക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സേനാ വിഭാഗങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. കാരണം ഈ ഭാഗത്ത് അത് എത്തിച്ച് ഇത്രയും മണ്ണ് എടുക്കാൻ കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 8 അടി താഴ്ചയിൽ ഈ ലോഹവസ്തു ഉണ്ട് എന്നുള്ളതാണ് SKN ഈ പരിശോധനകളൊക്കെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ 30-35 അടി മണ്ണ് നിൽക്കുന്നിടത്ത് ഒരു 8, 9, 10 അടി താഴ്ത്തുമ്പോൾ അതിൽ എന്തുണ്ട് എന്നത് അറിയാൻ കഴിയും. തന്നെയുമല്ല അതൊരു 5 അടി താഴ്ചയിലേക്ക് പോകുമ്പോൾ ആ ലോഹവസ്തുവിനെ കുറിച്ച് കുറെ കൂടി വിവരങ്ങൾ ഈ സോണാർ മെഷീൻ സിഗ്നലിനും റഡാറിന് നൽകാൻ കഴിയുമെന്നാണ് പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ തെരച്ചിൽ ആ നിലയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. 2 ഏജൻസികൾക്ക് ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ സമാന സ്വഭാവമുള്ള സിഗ്നൽ ലഭിച്ചു എന്നത് ഇതാദ്യമായാണ് അത്തരം ഒരു പരിശോധനാ ഫലം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ തെരച്ചിൽ നിർണായകമാണ്. കരയിൽ നമുക്കറിയാം ഏതാണ്ട് ഒരു 90% മണ്ണ് ഇതിനോടകം നീക്കിയിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ നിന്നൊക്കെ പോയ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇത് ഈ പുഴയിലേക്ക് മണ്ണ് ഇടിഞ്ഞു കിടക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഇവിടെയൊക്കെ അതുപോലെ വളരെ ദീർഘമായി മൺകൂമ്പാരങ്ങൾ രൂപപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അത് നമുക്ക് ജലോപരിതലത്തിലേക്ക് വിസിബിൾ അല്ലെങ്കിലും ഈ ഭാഗത്തൊക്കെ ഇവിടുന്ന് ഇറങ്ങിയ മണ്ണ് ധാരാളം കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പരിശോധന നടത്തേണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. പക്ഷേ അതിന് നാവികസേന നൽകുന്ന ഒരു വിശദീകരണം ഈ ഭാഗത്തൊന്നും യാതൊരു സിഗ്നലും ലഭിച്ചിട്ടില്ല. സിഗ്നലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ തിരയുന്നതിനേക്കാൾ ഫലപ്രദം 2 ഏജൻസികൾക്ക് നാവികസേനയ്ക്കും കരസേനയ്ക്കും സിഗ്നൽ ലഭിച്ച ഒരേ ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നതാണ് ഉചിതം എന്ന് ആ ഏജൻസികളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് SKN ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കരസേനയ്ക്കും നാവികസേനയ്ക്കും സിഗ്നൽ ലഭിച്ച ഒരേ ഭാഗത്ത്, അതായത് ഗംഗാവാലി നദിയിലെ ഈ മൺതിട്ടയിൽ ഇന്ന് കുഴിച്ചു പരിശോധന നടത്തും. അത് വളരെ നിർണായകമാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അത് ഉച്ചയോടുകൂടിയോ അല്ലെങ്കിൽ ഇന്ന് ഒരു 4 മണിയോടുകൂടിയോ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ചെയ്ത വിവരം ഔദ്യോഗികമായി തന്നെ കിട്ടും എന്ന് കരുതുന്നു. നമ്മൾ ആ റിസൾട്ടിന് വേണ്ടിയാണ് ഇന്നത്തെ പകൽ കാത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. S. വിജയകുമാറാണ് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേർന്നത്.